വീണ്ടും ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരാൻ ദൈവം എന്നെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ക്ഷണത്തിനും ഈ ക്രമീകരണങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. നമ്മുടെ വചനാധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെയുള്ള ദൈവവചനം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഹോയ്ക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറു നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറു നായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ കേട്ട ഈ വേദഭാഗം. പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള, പല പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള, പല പ്രാവശ്യം വ്യാഖ്യാനിച്ചിട്ടുള്ള, അന്തരാർത്ഥങ്ങളെ മനനം ചെയ്തറിഞ്ഞിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ച ഈ വചന ഭാഗം. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോഴും ഈ ഭാഗത്തു നിന്നൊരു വചന സന്ദേശം തയ്യാറാക്കിയപ്പോഴും എൻ്റെ മനസ്സിൽ വന്നതായ ഏറ്റവും സവിശേഷമായ ഒരാശയം, ഈ കാലഘട്ടത്തിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അപജയങ്ങൾക്ക് നടുവിൽ ദൈവികമായ ദർശനത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ തിരുവചന ഭാഗം. ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അപജയം എന്ന വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥത തോന്നിയെന്ന് വരാം. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ അപജയം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസം നേരിടുന്ന ഈ പ്രകടനപരമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടം ക്രൈസ്തവ വിശ്വാസം ഒത്തിരി ആഴമുള്ള, ആത്മാർത്ഥതയുള്ള, വളരെയേറെ ജീവിതഗന്ധിയായ അനുഭവങ്ങളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കാലഘട്ടം പ്രകടനപരമായിരിക്കുന്ന ഒരു ക്രൈസ്തവികതയുടെ കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ചടങ്ങുകളായിട്ട് എല്ലാം മാറിപ്പോകുന്ന ഒരു ദുരന്തം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴവും മൂല്യവും അതിൻ്റെ സ്വാധീനതയും വല്ലാതെ കുറയുന്നു എന്നുള്ള ദുഃഖവും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇന്ന് നമുക്കറിയാം, ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ ഞാൻ ഒന്ന് ഉയർന്നു നിൽക്കണം, എന്നെ ആളുകൾ അറിയണം, എന്നെ മനസ്സിലാക്കണം എന്ന് തോന്നുന്ന നമ്മുടെ ഉള്ളിലെ തോന്നലാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ വിശ്വാസം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു വരികയും അന്തരാത്മാവിൽ വിശ്വാസത്തിൻ്റെ അനുരണനങ്ങൾ വല്ലാതെ കുറയുകയും ചെയ്യുന്ന ഒരു ദുരന്തവും നമ്മൾ കാണുകയാണ്. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയല്ല. പ്രകടനപരമായിരിക്കുന്ന കാര്യങ്ങളെ പരമാവധി ഒഴിവാക്കണമെന്നാണ് യേശു പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന പരസ്യമായി പ്രാർത്ഥിക്കലെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പ്രാർത്ഥനയുടെ പ്രകടനപരമായിരിക്കുന്ന ഭാവത്തെ ഒഴിവാക്കണം എന്ന് കർത്താവ് പറയുക. പ്രാർത്ഥനയുടെ പ്രകടനപരമായിരിക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന സന്ദേശമാണ് കർത്താവ് പറയുന്നത്. മറ്റൊന്ന്, ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വേടത്തെ പോലെ തലയെ കുനിയിക്കുന്ന, നിങ്ങളുടെ പ്രകടനപരമായിരിക്കുന്ന അനുഷ്ഠാനമായിട്ടത് മാറാതെ
കുറച്ചുകൂടി ആഴമായിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉപവസിക്കാൻ കഴിയണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ക്രിസ്തീയമായ ഔദാര്യതയെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നത് എന്താണ്? നിങ്ങളുടെ വലം കൈ ചെയ്യുന്നത് നിങ്ങളുടെ ഇടം കൈ അറിയാൻ പാടില്ല. നിങ്ങൾ കുറച്ചുകൂടെ രഹസ്യാത്മകമായി നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ തേടണം എന്ന് കർത്താവ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദഭാഗം ആ ഒരു അർത്ഥതലത്തിലാണ് ധ്യാനിക്കാനായിട്ട് ഇന്ന് ഈ സന്ധ്യാവേള ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി നിർത്തിയല്ല, ഞാനും നിങ്ങളും ഒരുപോലെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഇന്നത്തെ മൂല്യച്യുതിയുടെ ഈ പ്രകടനപരതയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു രഹസ്യാത്മകമായ ആഴങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഞാൻ 4 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഈ ഭാഗത്തെ വളരെ സവിശേഷമാക്കി മാറ്റുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അറിയപ്പെടാത്തൊരു വീട്, അൺനോൺ ഹോം, അറിയപ്പെടാത്തൊരു വീട്. 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട സോരിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. നമുക്കറിയാം, നമ്മുടെ മലയാളികളുടെ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളെല്ലാം വീടിൽ സിമെൻറ്റിൽ, മണ്ണിൽ, കല്ലിലൊക്കെ ഒന്ന് ഒതുക്കി അതിലൊന്ന് നിക്ഷേപിച്ച് നമ്മുടെ പ്രൗഢി കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വലിയ പ്രയാസമുണ്ട്. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ ഒരു വീട് വെച്ചു, ഒരു 2 സ്റ്റോറി ബിൽഡിംഗ്. ഞാൻ വെച്ച സമയത്ത് എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ വീടായിരുന്നു എൻ്റെ വീട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ എന്നെ അലട്ടുന്ന ഒരു കാര്യം, ഞാൻ അത്രയും വലിയ ഒരു വീട് വെച്ച് എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ വീടിൻ്റെ ഉടമയെന്ന് ഞാൻ അറിയപ്പെട്ട ആ പ്രൗഢിയോടെ ഞാൻ ജീവിച്ചപ്പോൾ നാട്ടിലുള്ള ഞങ്ങളുടെ അയൽവക്കത്തൊക്കെയുള്ള അനേകം ആളുകൾ വിദേശ രാജ്യങ്ങളൊക്കെ പോയി സമ്പാദിച്ച് എൻ്റെ അപ്പുറവും ഇപ്പുറവും എൻ്റെ മുൻപിലും പുറകിലുമൊക്കെ എൻ്റെ വീടിനേക്കാൾ വലിയ വീട് വെച്ചപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയുണ്ട് എന്നോട് പറയും. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ വലിപ്പമാണ് നമ്മുടെ വീടിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നിർണ്ണയിക്കുന്നത്. ചിലപ്പോൾ ചില വീടിൻ്റെ വീട്ടുപേരാണ് ആ വീടിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നിർണ്ണയിക്കുന്നത്. ചിലപ്പോൾ ചില വീട്ടിലെ ആളുകളുടെ സാമൂഹിക നിലവാരമാണ് ആ വീടിനെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നിർണ്ണയിക്കുന്നത്. ആ വീടിൻ്റെ സ്വത്വം നിർണ്ണയിക്കുന്നത് ആളുകളുടെ ജീവിത നിലവാരത്തിൻ്റെ സാധ്യതകൾ. ചിലപ്പോൾ ആ വീടിൻ്റെ സാമ്പത്തിക പെരുമയായിരിക്കാം ഒരു വീടിനെ പ്രൗഢമാക്കി മാറ്റുന്നത്. ചിലപ്പോൾ ആ വീടിൻ്റെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ഈ വീടിന് അങ്ങനെ ഒന്നും അവകാശപ്പെടാനായിട്ടില്ല. ആ വീടിന് ഒരു പേര് പറയുന്നില്ല, ആ വീട്ടിലെ ആളുകളെക്കുറിച്ച് പറയുന്നില്ല, ആ വീടിൻ്റെ സാമൂഹ്യ നിലവാരത്തെക്കുറിച്ച് പറയുന്നില്ല, ഒന്നും തന്നെ പറയുന്നു. ഒറ്റ ഒരു കാര്യമേ പറയുന്നുള്ളൂ, യേശു ആ വീട്ടിൽ ചെന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട് ഒരു സമൂഹത്തിൽ അറിയപ്പെടേണ്ടത് നമ്മുടെ വീടിൻ്റെ മാനുഷികമായ പരിഗണനാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറിച്ച് നമ്മുടെ വീട് അറിയപ്പെടേണ്ടത് യേശു നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ള വലിയ സന്ദേശത്തിലൂടെ നമ്മുടെ വീട് ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ വീടാണ് ദൈവം മുൻപാകെ ഏറ്റവും അനുഗ്രഹീതമായ വീട്. തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ദൈവാരാധനയുടെയും പ്രാർത്ഥനയുടെയും വചന മനന ധ്യാനങ്ങളുടെയും ഇടങ്ങളായി മാറുമെങ്കിൽ നമ്മുടെ വീട് ഏറ്റവും മാന്യമായ അനുഗ്രഹീതമായ വീടായിരിക്കും. വീട് ചെറുതാണെങ്കിൽ പോലും ആ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ അതാണ് ആ വീടിൻ്റെ വലിപ്പം. നമ്മുടെ വീട് വലുതായിരിക്കാം, പക്ഷെ യേശു ഇല്ലെങ്കിൽ നമ്മുടെ വീട് ഏറ്റവും ചെറിയതാണ് എന്ന് ബോധ്യമുള്ളവരാകാനും കഴിയും. ഒരു ഇടവക വികാരി എന്ന നിലയിൽ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ധാരാളം വീടുകൾ കാണാറുണ്ട്. ധാരാളം വീട്, ചെറുതും വലുതുമായ വീടുകൾ. ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പുലർത്തുന്ന പല വീടുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ഏറ്റവും അരിഷ്ടമായ വീട് ഏത് എന്ന് ചോദിച്ചാൽ
യേശുവില്ലാത്ത വീടാണ് ഏറ്റവും അരിഷ്ടമായ വീട്, ഏറ്റവും ദയനീയമായ വീട്. നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വീടിനെ കുറിച്ച് പറയുന്നത്, അവൻ സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. അൻ അൺനോൺ ഹോം, അറിയപ്പെടാത്ത ഒരു വീട്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വീടിനെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ വീട്ടിലൊരു കുടുംബ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു ആരാധനയുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു ദൈവാനുഭവങ്ങൾ നിലനിൽക്കുന്ന, സ്നേഹം നിലനിൽക്കുന്ന, പ്രാർത്ഥന നിലനിൽക്കുന്ന, ദൈവം വസിക്കുന്ന ഒരു വീടാണോ നമ്മുടെ വീട്? അങ്ങനെയെങ്കിൽ ആ സന്ദേശം, ആ സാക്ഷ്യം ഒളിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ഒളിച്ചു വെക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ആ വാർത്ത ആ ചുറ്റുപാടിലേക്ക് ഒരു സുഗന്ധം പരത്തുന്ന വാർത്തയായിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രകടനപരത നിറഞ്ഞൊരു ലോകത്തില് അതിനുവേണ്ടി മനുഷ്യൻ വൃദ്ധാധ്വാനിക്കുന്ന ഒരു കാലത്ത് രഹസ്യാത്മകത പുലർത്തുന്ന, ദൈവം വസിക്കുന്ന ഒരു വീടായിട്ട് നമ്മുടെ വീട് മാറണം. രണ്ടാമത്തെ കാര്യം, ആ വീട്ടിൽ യേശു ഉണ്ട്. ആ ചുറ്റുപാടുകളൊക്കെ ഒരു വിജാതീയ സമൂഹമാണ്. ആ വിജാതീയ സമൂഹത്തിൽ പലവിധ ജീവിതാനുഭവങ്ങളുള്ള ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആ സമൂഹത്തിലെ വളരെ വേദനപ്പെടുന്നതായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾക്കൊരു മകളേ ഉള്ളൂ. ആ മകള് രോഗിയാണ്. അനേക ഇടങ്ങളിൽ ചികിത്സാർത്ഥം കൊണ്ടുപോയിട്ടുണ്ട്. പല രീതിയിലുള്ള ചികിത്സാ വിധികളൊക്കെ അനുവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സൗഖ്യമായിട്ടില്ല. ഭൂതബാധ എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. രോഗമെന്ന് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഒരു 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 അദൃശ്യ ശക്തിയുടെ നിയന്ത്രണം എന്ന് വേണേൽ പറയാം, എന്തുമായിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, ഈ അമ്മ കടന്നു പോകുന്ന വല്ലാത്ത മാനസിക വ്യഥയുണ്ട്. ഈ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ അമ്മ ഒരു ദിവസം കേട്ടു, ഇന്നലത്തെ വീട്ടിൽ യേശു ഉണ്ട് എന്ന വാർത്ത. രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, കുരുടന്മാരെ കാഴ്ചയുള്ളവരാക്കുന്ന, ചെകിടന്മാരെ കേൾവിയുള്ളവരാക്കുന്ന, മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ചെറിയ അപ്പനുറുക്കുകളിൽ നിന്ന് ആയിരങ്ങളെ പോഷിപ്പിക്കുന്ന യേശു എന്ന ദൈവപുത്രൻ ഇന്ന വീട്ടിലുണ്ട് എന്ന് അവർ കേട്ടു. എങ്ങനെ കേട്ടു? അതാണ് നമ്മുടെ രണ്ടാമത്തെ ചിന്താവിഷയം. ആൻഡ് അൺനോൺ ഇവാഞ്ചലിസ്റ്റ്, അറിയപ്പെടാത്ത ഒരു സുവിശേഷ വേലക്കാരൻ. എന്താണ് സുവിശേഷ വേല എന്ന് ചോദിച്ചാൽ, എന്താണ് ഇവാഞ്ചലിസം എന്ന് ചോദിച്ചാൽ, ലളിതമായി പറയാൻ കഴിയും, നമ്മൾ അറിഞ്ഞ യേശുവിനെ കുറിച്ചുള്ള ജീവിപ്പിക്കുന്ന സന്ദേശം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന നമ്മുടെ മാനസിക സന്നദ്ധതയും സമർപ്പണവുമാണ് സുവിശേഷ വേല. അത് എല്ലാവർക്കും ചെയ്യാം. ഒരു അച്ഛനാകണമെന്നോ, ഒരു പാസ്റ്റർ ആകണമെന്നോ, ഒരു ഇവാഞ്ചലിസ്റ്റ് ആകണമെന്നോ ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും നമുക്ക് ആളുകളോട് പറയാം, ഞങ്ങൾ കണ്ടുമുട്ടി യേശുവിന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇവിടെ ഈ സ്ത്രീയോട് അങ്ങനെ പേരൊന്നും പറയാൻ കഴിയാത്ത, പേരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തി ചെന്നിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിൽ ഒരു യേശു ഉണ്ട്, ആ യേശുവിനെ കണ്ടുമുട്ടിയാൽ നിന്റെ മകൾക്ക് സൗഖ്യം വരും. നീ എത്രയോ ഇടങ്ങളിൽ പോയി, നീ എത്രയോ ആളുകളെ കണ്ടു, എത്രയോ ചികിത്സകൾ ചെയ്തു, പക്ഷേ സൗഖ്യമായില്ലല്ലോ. എന്നാൽ നീ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നിന്റെ മകൾക്ക് ഒരു വിടുതലുണ്ടാകും, നിന്റെ വീടിൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, നിന്റെ തലമുറയുടെ സങ്കടങ്ങൾക്ക് അറുതിയുണ്ടാകും എന്ന് അവൾ മനസ്സിലാക്കി. അൻ അൺനോൺ ഇവാഞ്ചലിസ്റ്റ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ അറിയപ്പെടാത്ത ഒരു സുവിശേഷ വേലക്കാരനോ വേലക്കാരിയോ ആകാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും, അത് നമ്മുടെ ജോലി സ്ഥലത്താകാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാകാം, നമ്മുടെ അയൽവക്കങ്ങളിലാകാം, എത്രയോ ഇടങ്ങളിൽ നമുക്ക് ലളിതമായിട്ട് ഇത് പറയാം, യേശു മതിയായവനാണ്, യേശു നിന്റെ രോഗത്തിന് സൗഖ്യദായകനാണ്, യേശു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ മതിയായവനാണ്, നിന്റെ തലമുറകളുടെ ജീവിതത്തിൻ്റെ അടഞ്ഞ വാതിലുകളെ തുറക്കാൻ ശക്തനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നതാണ് ഇവാഞ്ചലിസം. ഈ ഗുഡ് ന്യൂസ് അറിയിക്കാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മൾ വേദപുസ്തകത്തിൽ വേറെ ഒരു വനിതയെ കാണുന്നുണ്ട്.
ശമരിക്കാര സ്ത്രീ, അവൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ഓടി, കുടമൊക്കെ വെച്ചിട്ട് ഓടി സമൂഹത്തിലേക്ക്, പട്ടണത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, അവൻ ഒരുപക്ഷെ മെശിഹ ആയിരിക്കും. നമ്മൾ വായിക്കുന്നത് പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുക്ക വന്നു കർത്താവിൽ വിശ്വസിക്കുക. അവർ പിന്നീട് പറയുന്നൊരു കമൻ്റുണ്ട്: ഞങ്ങൾ അവനെ കണ്ട് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അറിയപ്പെടാത്ത വലിയ പ്രൗഢിയും ഈ പോസ്റ്ററുകളിലെ പേരും ഒന്നുമല്ല, ലളിതമായിട്ട് സുവിശേഷം അറിയിക്കാനായിട്ട് കഴിയും. An unknown evangelist, an unknown home, an unknown evangelist. The third one, മൂന്നാമത്തെ കാര്യം, അറിയപ്പെടാത്ത ഒരു വിശ്വാസം, an unknown faith. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായി. ഞാൻ പോകും, ഞാൻ യേശുവിനെ കാണും, യേശുവിനോട് എൻ്റെ പ്രശ്നത്തെ ഞാൻ പങ്കുവയ്ക്കും. അവൾ ഓടി. ഞാൻ വിശ്വസിക്കുന്നത് വലിയ ഒരു ഭ്രാന്തമായ ആവശ്യത്തോടെ അവൾ ആ വീട്ടിലേക്ക് ചെന്നു. അവൾ യേശുവിൻ്റെ അടുക്ക ചെന്നു, കർത്താവിനോട് അവൻ്റെ കാൽക്കൽ വീണു. 26-ാം വാക്യം, അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഭോയിനിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതെ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അറിയപ്പെടാത്ത ഒരു വിശ്വാസം, വിശ്വാസത്തിൻ്റെ വലിയ ഡോക്ട്രിൻസ് ഒന്നുമല്ല. അവൾക്ക് വിശ്വാസം ലളിതമായിരുന്നു. കാരണം ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും, യേശുവിനോട് എൻ്റെ പ്രശ്നം പറയും, യേശു എൻ്റെ മോളെ സൗഖ്യമാക്കും. അതവളുടെ വിശ്വാസം. ഈ ലളിതമായ വിശ്വാസമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന് വലിയ ദൈവശാസ്ത്ര ബോധ്യങ്ങളല്ല ആവശ്യം. വിശ്വാസത്തിന് ലാളിത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന, ദൈവം മതിയായവനാണെന്ന് ഉറയ്ക്കാൻ കഴിയുന്ന ഉറപ്പായ വിശ്വാസം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കർത്താവ് പറയുന്ന കടുകുമണിയോളം ഉറപ്പുള്ളതായ വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ കഴിയണം. ഈ സ്ത്രീ ഇത് കേട്ടപ്പോൾ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, യേശുവിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായി. നമ്മൾ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന, യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു വിശ്വാസ സ്ഥിരത നമുക്കുണ്ടാവണം. യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു വിശ്വാസ സ്ഥിരതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിശ്വാസ സ്ഥിരത നമുക്ക് ആവശ്യം. പലപ്പോഴും നമ്മുടെ വിശ്വാസം എത്രയോ ദുർബലമാണ്. നമ്മുടെ വിശ്വാസത്തിന് നമുക്ക് പാട്ടുണ്ട്, ആരാധനയുണ്ട്, നമുക്ക് ഈ ക്രിസ്ത്യൻ പ്രാക്ടീസസ് എല്ലാം ഉണ്ട്. ബട്ട് സെയിം ടൈം, അതേ അവസരത്തിൽ തന്നെ നമ്മുടെ വിശ്വാസത്തിന് എത്ര ദുർബലമാണ് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നത് ഉചിതമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവം മുൻപാകെ മുട്ടുകുത്താനായിട്ട് കഴിയുമോ? ഒരു കഷ്ടത വരുമ്പോൾ ഒന്ന് മുട്ടുകുത്തി നിലവിളിക്കാനായിട്ട് കഴിയുമോ? പലപ്പോഴും നമുക്കൊക്കെ മുട്ടുകുത്താൻ പ്രയാസമാണ്. ആളുകൾ പറയും, എന്നോട് ചില ആളുകളൊക്കെ പറയും, അച്ഛാ അതൊന്നും നമ്മുടെ പ്രാക്ടീസ് അല്ലല്ലോ മുട്ടുകുത്തുന്നത്. നമുക്കിങ്ങനെ ബെഞ്ചിലൊക്കെ ഇരുന്ന് നല്ല സുഖമായിട്ടിരുന്ന് ആരാധിച്ച് പകുതി ഉറങ്ങി അത് കഴിഞ്ഞ് എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു കമ്മ്യൂണിറ്റി ഫീലോടെ തിരിച്ചു പോവുക. പക്ഷേ ഒരു ആരാധനയിൽ പങ്കെടുത്ത്, ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ഈ കർത്താവിനെ കണ്ടുമുട്ടിയവരായിട്ട് പോകാൻ കഴിയുന്നൊരു വിശ്വാസമുണ്ടോ? മറ്റൊന്ന്, അവളുടെ പ്രശ്നം കർത്താവിനോട് പങ്കുവച്ചു. കർത്താവിൽ നിന്ന് ആദ്യം കിട്ടുന്ന മറുപടി അല്പം അലോസരം ഉണ്ടാക്കുന്ന മറുപടിയാണ്. കാരണം മുൻപേ മക്കൾക്ക് ആ തൃപ്തി വരുത്തേണ്ടത്, ഈ നായ്ക്കുട്ടികൾക്കല്ല തൃപ്തി വരുത്തേണ്ടതെന്ന് പറയുന്ന ഒരു സാമൂഹ്യമായ വേർതിരിവിൻ്റെ വാക്കുകളാണ് എന്ന് തോന്നാം. എന്നാൽ കർത്താവ് പറയുന്നതിന് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ, ഇപ്പോൾ ഞാൻ വന്നത് സ്വന്തം ജനത്തിൻ്റെ നടുവിലേക്കാണെങ്കിൽ ഈ ജനത്തിനപ്പുറമുള്ള ജനതകളിലേക്ക് ഒരു സുവിശേഷം എത്താൻ ഇടയാകുന്നു എന്നുള്ള ഒരു ധ്വനി കൂടി ആ വാക്കുകളില്ലേ? അവൾ മറുത്തുപോകാതെ, നിരാശപ്പെട്ടു പോകാതെ പറയുന്നൊരു വാക്കുണ്ട്: മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ ചെറിയ നുറുക്കുകളുണ്ടല്ലോ, അത് തിന്ന് ഈ വീട്ടിലെ ഓമനത്വമുള്ള നായ്ക്കുട്ടികളും
പുലരുന്നു എന്ന വാക്ക് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനൊരു ആഴം വേണം. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആഴമുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എവിടെ നിൽക്കുന്നു? എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എനിക്ക് മതിയായവനാ, അവൻ എന്നെ വിടുവിക്കും എന്ന് പറയാനായിട്ട് കഴിയുന്ന ഒരു വിശ്വാസമുണ്ടോ? ദൈവവചനം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് അറിയപ്പെടാത്ത ഒരു വീട്. രണ്ട്, അറിയപ്പെടാത്ത പേരൊന്നും പറയാൻ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ സുവിശേഷക. അറിയപ്പെടാത്ത വിശ്വാസത്തിൻ്റെ ആഴം. ഒരു കാര്യം കൂടി പറയണം, നിർത്താം. അൺനോൺ പവർ ഓഫ് ദ വേർഡ്. വാക്കുകളുടെ അറിയപ്പെടാത്ത ശക്തി. കർത്താവ് അവളോട് പറയുന്നൊരു വാക്കുണ്ട്. അവൾ അവനോട്, അതെ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. നമ്മുടെ വാക്കുകൾക്കൊരു ശക്തിയുണ്ട്. പലപ്പോഴും ഈ വാക്കുകളുടെ ശക്തി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രയാസം. വാക്കുകളുടെ ശക്തി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു പ്രതിസന്ധി നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ സ്ത്രീ ഉപയോഗിച്ച വിശ്വാസത്തിൻ്റെ വാക്കുകൾ അവളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുക മാത്രമല്ല, അവളുടെ മകൾക്ക് സൗഖ്യമെത്തി. അവളുടെ പ്രതിസന്ധിയെ മാറ്റാൻ ശക്തമായിരുന്നു. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്ന സമയം വരെ നമ്മൾ ഉപയോഗിച്ച വാക്കുകളെ ഒന്ന് വിലയിരുത്തിയാൽ അതിലെ ഒരു 70% വാക്കുകളും വളരെ നെഗറ്റീവായ വാക്കുകൾ. അത് എല്ലാ മേഖലകളിലും നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ നെഗറ്റീവായ വാക്കുകൾ. എന്നാൽ ഈ സ്ത്രീ അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരിപരുത്തതായ അനുഭവങ്ങളിൽ, അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വേദന നിറഞ്ഞ അനുഭവങ്ങൾ, അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ അവൾ ഉപയോഗിച്ച പ്രത്യാശയുടെ വാക്കുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക. ആൻ അൺനോൺ പവർ ഓഫ് യുവർ വേർഡ്. നിന്റെ ഈ അറിയപ്പെടാത്ത വാക്കിൻ്റെ ശക്തിയോടെ നീ പോകുക, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൾ പോയി, വിശ്വാസത്തോടെ പോയി. നമ്മൾ വായിക്കുന്നത്, ആ വാക്ക് ഉപയോഗിച്ച വേളയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പോസിറ്റീവായ വാക്കുകൾ പറയാൻ, ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ, ശക്തീകരിക്കുന്ന വാക്കുകൾ പറയാനായിട്ട് കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഈ പ്രകടനപരതയുടെ ഒരു കാര്യം. അടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തൊരു കാര്യം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഈ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യം ദൈവിക കാര്യങ്ങളാണ്. ഞായറാഴ്ചയാണ് ട്യൂഷനെങ്കിൽ, എൻട്രൻസ് കോച്ചിങ്ങിനെങ്കിൽ നമ്മൾ ഒറ്റ കുഞ്ഞുങ്ങളെ നമ്മൾ പള്ളി വിടത്തില്ല, ദൈവാരാധനയ്ക്ക് വിടത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഇരുത്തത്തില്ല. കാരണം അത്രയും സമയം കൂടി പഠിച്ചാൽ എൻട്രൻസിൻ്റെ 4 ക്വസ്റ്റ്യൻ കൂടി പഠിക്കാൻ പറ്റുമല്ലോ എന്ന കാര്യം. സാരമില്ല മോളെ, നീ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി എന്ന് നമ്മളൊരു ഉപദേശം കൂടി കൊടുക്കും. സഫിഷ്യൻ്റ് ആണെന്നുള്ള വിചാരം. മറ്റൊന്ന്, ഈ പരീക്ഷയായി കഴിയുമ്പോൾ നമ്മൾ ഊണും ഉറക്കവും ഒക്കെ ഒഴിച്ചിരുന്ന് പഠിപ്പിക്കുക. ഓക്കെ, ഒരു 98, 99 ഒക്കെ വാങ്ങിച്ചു തന്നിരിക്കട്ടെ നമ്മുടെ കുഞ്ഞ്. ഈ 99 ആണോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാർക്ക്?
99 വാങ്ങിച്ചിട്ട് ജീവിക്കാൻ അറിയാതെ പോകുന്നതാണോ, 50% വാങ്ങിച്ചിട്ട് ഫലപ്രദമായി ജീവിക്കുന്നതാണോ അർത്ഥമുള്ള ജീവിതം? അതുകൊണ്ട് നമ്മളെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ പല ആളുകളോടും പറയും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ 98ഉം 99ഉം ഒക്കെ വേണമെന്ന് നമ്മളിങ്ങനെ ശടിച്ച് അവരെ ശാസിച്ച് അവർക്ക് കിട്ടാതെ പോയതിനെക്കുറിച്ച് അവരെ വല്ലാതെ വ്രണപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ധൈര്യമുണ്ടോ? അതേ കോഴ്സിന് 10th-ലോ 12th-ലോ ഒക്കെ നമ്മൾ വാങ്ങിച്ച മാർക്ക് ലിസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പറയണം. ഒരാൾക്കും തൻ്റെ ഇടമില്ല. കാരണം ആ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചതിനേക്കാൾ എത്രയോ ചെറിയ മാർക്കാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് ആ ചെറിയ മാർക്കിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഒരു പരിശീലനം എന്താണെന്നറിയാമോ? ദൈവത്തെ ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള ഒരു പരിശീലനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ആ കുറച്ച് മാർക്ക് സഫിഷ്യൻ്റ് ആയിരുന്നു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രയാസം. നമ്മൾ പ്രകടനപരമാണ്. ഈ പ്രകടനപരമായിരിക്കുന്ന ജീവിതത്തിൽ യേശു പറയാണ്, രഹസ്യാത്മകതയുള്ളവരാകാൻ കഴിയണം. അൺനോൺ പവർ ഓഫ് ദി വേർഡ്. നമുക്ക് ഈ വാക്കുകളുടെ ശക്തി ഉപയോഗിക്കാൻ കഴിയുമോ? മനഃപൂർവ്വമായിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കുറച്ചുകൂടെ ഫലപ്രദമായ വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ഞാൻ ഈ യോഗ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചെങ്ങന്നൂരായിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു യോഗ സെൻറ്ററിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രയറുകളൊന്നും ഉപയോഗിക്കത്തില്ല, പക്ഷേ ഞാൻ എൻ്റേതായ പ്രാർത്ഥന അന്നേരം ഉപയോഗിക്കും. അവർ എഗ്രിയാണ്. ഞാൻ അതുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. അത് ക്ലോസ് ചെയ്യുമ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ ഉപയോഗിക്കുന്ന 1-2 വേർഡ്സ് ഉണ്ട്. അവർ പറയും, നമ്മളോട് തന്നെ പറയുക, ഞാൻ സൗഖ്യമുള്ളവനാണ്, ഞാൻ ബലമുള്ളവനാണ്, ഞാൻ സന്തോഷമുള്ളവനാണ്, ഞാൻ കൃപയുള്ളവൻ എന്നൊക്കെ പറയും. നമ്മളോട് തന്നെ ഈ പോസിറ്റീവായ വാക്കുകളൊന്ന് പറയുമെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ആന്തരിക ബലം കിട്ടും. ഈ ഒരു ബലത്തോടെ ജീവിക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ ഈ വിജാതീയ യവന സ്ത്രീ അവളുടെ ജീവിത പ്രതിസന്ധിയുമാണ് യേശുവിൻ്റെ അടുക്കൽ നിറഞ്ഞ വിശ്വാസത്തോടെ വന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ യേശു പറയാണ്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാവേള ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രകടനപരത വല്ലാതെ വർദ്ധിച്ച ക്രൈസ്തവ ലോകം അതിൻ്റെതായിരിക്കുന്ന മൂല്യച്യുതിയിലേക്ക് പോകുമ്പോൾ കർത്താവ് പറയുക, രഹസ്യാത്മകമായ ഒരു ക്രൈസ്തവികതയുടെ ആഴം കണ്ടെത്താൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. 4 കാര്യങ്ങൾ പറഞ്ഞു. അറിയപ്പെടാത്ത ഒരു വീട്, വലിയ പ്രകടനങ്ങളൊന്നും ഇല്ലാത്ത യേശു ഉള്ള ഒരു വീട്, ഒരു വീടിനെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് യേശു ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്, യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതായ ഒരു സുവിശേഷകനോ സുവിശേഷക അതാകാൻ ദൈവം നമ്മയും വിളിച്ചിരിക്കുക. കർത്താവിലേക്ക് അനേകരെ നേടാൻ, കർത്താവിലേക്ക് അനേകരെ നയിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ആൻ അൺനോൺ ഫെയ്ത്ത്, അറിയപ്പെടാത്ത ആഴമുള്ള ഒരു വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന് ആഴമുണ്ടോ എന്നിന്ന് രാത്രി നമുക്കൊന്ന് വിലയിരുത്താം. ആൻ അൺനോൺ പവർ ഓഫ് ദി വേർഡ്. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഈ ബലം നൽകുന്ന വാക്കുകൾ ഒന്ന് പറയാൻ കഴിയുമോ? പൗലോസിനെ പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. യേശു പറയാണ്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് ഈ വിശ്വാസത്തിൻ്റെ വാക്കുകളോടെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹീതമായ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ വലിയ അനുഭവങ്ങളോടെ, രഹസ്യാത്മകമായ ആഴമുള്ള വിശ്വാസാനുഭവങ്ങളോട് മുന്നേറാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. Who sing song and Paul shine? ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ.
നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ